ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പണ്ട് കാലങ്ങളിലെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തനി നാടൻ അവിൽ കുഴച്ചതിൻ്റെ റെസിപ്പിയാണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഇത്. ഞാനിവിടെ 1.5 കപ്പ് അവിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് അവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള അവിലാണേ. കൂടെ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ അവിലിനേക്കാളും കുറച്ചധികം തേങ്ങ എടുക്കുന്നതാവും നല്ലത്. അപ്പോഴാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങയുള്ള വെള്ളവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അവിലിൽ ചേർന്ന് പിടിക്കുമ്പോൾ അവിലൊന്ന് ചെറുതായിട്ടൊന്ന് നനവ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിലാകുന്നത് വരെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നനച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകുമേ. പച്ചത്തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിൽ റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ അവിൽ കുഴച്ചെടുക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. വറുത്ത അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊടിഞ്ഞും കിട്ടും കേട്ടോ. നമ്മൾ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു സമയം തന്നെ ഇപ്പോൾ ദാ ഈ ഒരു പാകത്തിലായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ രീതിയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പഴം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഒത്തിരി ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അവിൽ കുഴച്ചതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അവിലിൻ്റെ കൂടെ പഴവും കൂടെ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ട് കഴിച്ചാൽ മതിയാകുമേ. ഇതിപ്പോൾ ഞാൻ കഷ്ടിച്ച് 1-2 പേർക്ക് മാത്രം കഴിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് കൈവച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. പണ്ട് കാലങ്ങളിലെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അവിൽ കുഴച്ചത്. ഇത് കഴിച്ചാൽ പിന്നെ ഒരു 4-5 മണിക്കൂറേക്ക് നമുക്ക് വിശപ്പോ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്